Students, good morning. So, today we are going to the activity section of Unit 1, Reign of Love. Okay, our first chapter is Life with Grandfather. So, we completed the lesson, and now we are going to the activity section of this lesson. Now, let's get started. So, here is the first question for you. Let's revisit the story or review questions and answers. First one, pick out the sentences from the story which shows grandmother's love for Raja. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാൻഡ് മദർക്ക് രാജയോടുള്ള സ്നേഹം കാണിക്കുന്ന ലൈൻസ് സെലക്ട് ചെയ്തിട്ട് എഴുതാം. സെൻറ്റൻസസ് ദാറ്റ് ഷോ ഗ്രാൻഡ് മദേഴ്സ് ലവ് ഫോർ രാജ ആർ ഫസ്റ്റ് വൺ, ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. ആ ഒരു സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് രാജയുടെ ഗ്രാൻഡ് മദർക്ക് രാജയോട് നല്ല ഇഷ്ടമാണെന്ന് കാണിക്കുന്ന വരികളാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. അവരെന്താണ്? എന്നെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട്. സെക്കൻഡ് വൺ, ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷേഡോ സെയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. അവരെന്നെ ഒരു ഷെയ്ഡോ പോലെ, എന്നെ ഒരു നിഴൽ പോലെ ഫോളോ ചെയ്യും. എന്തൊക്കെയാണ് പറഞ്ഞിട്ടാണ്? ഈ പാല് കുടിക്കുക, അല്ലെങ്കിൽ എന്താണ്, ഈറ്റ് യുവർ ഫുഡ്, ഈ ഭക്ഷണം കഴിക്കുക, ഹാവ് യുവർ ബാത്ത്, കുളിക്കുക, ഓ ഗോ ടു ബെഡ്, അല്ലെങ്കിൽ പോയി ബെഡിലേക്ക് ഉറങ്ങാൻ അല്ലേ. സോ തേർഡ് വൺ, ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഗ്രാൻഡ് മദർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഗ്രാൻഡ് മദർ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ. തേർഡ് വൺ. ഫോർത്ത് വൺ എന്താണ്? When I did not turn up, she looked for me everywhere in the house. എന്നെ കാണാതാവുമ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യും? വീട്ടിലെല്ലായിടത്തും എന്നെ തിരയാറുണ്ട്. ഫിഫ്ത്ത് വൺ, ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. ഗ്രാൻഡ് മദർക്ക് എന്നെ കാണുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിക്സ് വൺ, ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. അവർ ഇവനെ കാണാതായ സമയത്ത് എന്താണ് ആളുകളോട് പറയാൻ തുടങ്ങിയതാണ്, അവൻ എന്തോ നല്ലൊരു കുട്ടിയായിരുന്നു എന്ന് അല്ലേ. രാജ എന്തോ നല്ലൊരു കുട്ടിയായിരുന്നു എന്ന് അവർ പറയാൻ തുടങ്ങി. നോക്കാം. രാജ ലവ്സ് ബോത്ത് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. രാജയ്ക്ക് ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും ഒരുപോലെ ഇഷ്ടമാണ്. ബട്ട് ദേ ആർ സംഹൗ ഡിഫറെൻറ്റ്. അവർ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ് അല്ലേ. കമ്പയർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് 2 ബോക്സ് ആയിട്ടാണ്. ഫസ്റ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാം ഗ്രാൻഡ് ഫാദർ, സെക്കൻഡ് വൺ ഗ്രാൻഡ് മദർ. സോ ഹൗ വാസ് ദ ഗ്രാൻഡ് ഫാദർ? യെസ്, ഫസ്റ്റ് വൺ ഹി വാസ് ടോൾ ആൻഡ് സ്ട്രോങ്. അദ്ദേഹം എന്താണ്? ടോളാണ്, സ്ട്രോങ് ആണ് അല്ലേ. ദെൻ വാട്ട് അബൌട്ട് ഗ്രാൻഡ് മദർ? ഷി വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ അല്ലേ. അവർ കൈൻഡാണ്, നല്ല സൗമ്യമായൊരു പെരുമാറ്റമാണ് അല്ലേ. സെക്കൻഡ് വൺ എന്താണ്? പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം ആൻഡ് ആസ്ക്ഡ് ഫോർ ഹിസ് ഹെൽപ്പ് ആൻഡ് അഡ്വൈസ്. ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഗ്രാൻഡ് ഫാദറിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ എന്താണ്, ഒരുപാട് ഹെൽപ്പൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതുപോലെ അഡ്വൈസും ചോദിച്ചിരുന്നു, ഉപദേശമൊക്കെ ചോദിച്ചിരുന്നു. വാട്ട് അബൌട്ട് ഗ്രാൻഡ് മദർ? ഷി വാസ് എ ഹൗസ് വൈഫ്. അവരെന്താണ്? ഒരു ഹൗസ് വൈഫാണ്. ആൻഡ് ടേക്സ് കെയർ ഓഫ് രാജ ആൻഡ് തിങ്സ് അറ്റ് ഹോം. അവർ വീട്ടിലെ കാര്യങ്ങളും രാജയൊക്കെ നന്നായിട്ട് നോക്കിയിരുന്നു. വാട്ട് അബൌട്ട് തേർഡ് വൺ? ഗ്രാൻഡ് ഫാദർ ഹീസ് സ്ട്രിക്റ്റ് വിത്ത് രാജ. അദ്ദേഹം എന്താണ്? രാജയോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറിയിരുന്നത്. ആൻഡ് ഡസൻറ്റ് അലോ ഹിം ടു ഗോ ഔട്ട് ആൻഡ് പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. മറ്റുള്ള കുട്ടികളുമായിട്ട് പുറത്തുപോയി കളിക്കാനുള്ള പെർമിഷൻ രാജയ്ക്ക് അദ്ദേഹം കൊടുത്തിരുന്നില്ല. വാട്ട് അബൌട്ട് ഗ്രാൻഡ് മദർ? ഷീ വുഡ് ഫോളോ രാജ ലൈക്ക് എ ഷേഡോ ആസ് ഷീ ലവ്സ് ഹിം എ ലോട്ട്. അവർ രാജയെ ഒരു നിഴൽ പോലെ ഫോളോ ചെയ്യും. എന്താണ്? അവർക്ക് രാജയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ദെൻ ഫോർത്ത് വൺ നോക്കാം. ഹി സ്കോൾസ് രാജ വെൻ ഹി ഡു മിസ്റ്റേക്സ് ബട്ട് ലവ്സ് ഹിം ടു. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും? രാജയെ നല്ല ഇഷ്ടമാണ്, പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് എന്ത് ചെയ്യും? സ്കോൾഡ് ചെയ്യും, പിടിച്ചിട്ട് നല്ല അടിയൊക്കെ കൊടുക്കും അല്ലേ. ദെൻ ഗ്രാൻഡ് മദർ ഷീ ഈസ് വറീഡ് ഓഫ് രാജ. ഗ്രാൻഡ് മദർ വാസ് വറീഡ് അബൌട്ട് രാജ. ഷീ ഈസ് വറീഡ് ഓഫ് രാജ ആൻഡ് ട്രൈസ് ടു പ്രൊട്ടക്റ്റ് ഹിം. അവരെന്ത് ചെയ്തിരുന്നു? അവനെക്കുറിച്ച് പേടിയായിരുന്നു അവർക്കല്ലേ. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മദർ എപ്പോഴും ട്രൈ ചെയ്യുമായിരുന്നു. ഓക്കെ. രാജ ഹിഡ് ഇൻ ദ കൗഷെഡ് ഫോർ എ ലോങ് ടൈം. വാസ് ഇറ്റ് റൈറ്റ് ടു ഡു സോ? റൈറ്റ് യുവർ വ്യൂസ് ഇൻ എ ഫ്യൂ സെൻറ്റൻസ്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? രാജ കൗഷെഡിൽ ഒളിച്ചിരുന്നു അല്ലേ ഒരുപാട് സമയം. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളെ കാഴ്ചപ്പാട് എന്താണ്?
അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഐ ഫീൽ ദാറ്റ് രാജ വാസ് റോങ് ബൈ ഹൈഡിങ് ഇൻ ദ കൗഷെഡ് ഫോർ എ ലോങ് ടൈം. രാജ ചെയ്തത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിസ് ആക്ഷൻ മെയ്ഡ് ഹിസ് ഗ്രാൻഡ് പാരൻസ്, റിലേറ്റീവ്സ്, നൈബേഴ്സ് വറി എ ലോട്ട്. അല്ലേ, ഈ ഒരു ആക്ഷൻ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് എന്താണ് അവരെ ഗ്രാൻഡ് പാരൻസും റിലേറ്റീവ്സും നൈബേഴ്സൊക്കെ ഒരുപാട് വിഷമിച്ചു, അല്ലേ, പേടിച്ചു. ചിൽഡ്രൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാരൻസ് ഓർ ഗ്രാൻഡ് പാരൻസ് സ്കോൾഡ് ദം ഔട്ട് ഓഫ് ദെയർ ലവ് ടുവേർഡ്സ് ടു ദം. അപ്പോൾ കുട്ടികൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഗ്രാൻഡ് പാരൻസും പാരൻസൊക്കെ സ്കോൾഡ് ചെയ്യുന്നത്, അടിക്കുന്നതും ചീത്ത പറയുന്നതൊക്കെ എന്തിനാണ്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? കുട്ടികൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്താണ് 4th ക്വസ്റ്റ്യൻ? ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി? വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? റൈറ്റ് എ നോട്ട് ഓൺ വൈ യു ലൈക്ക് ദ സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? അപ്പോൾ സ്റ്റോറിയുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ഐ ലൈക്ക് ദ സ്റ്റോറി വെരി മച്ച്. എനിക്ക് സ്റ്റോറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ ലൈക്ക് ദ പാർട്ട് വേർ രാജ മെയ്ഡ് എ ഷവർ ബൈ ഷേക്കിംഗ് ദ സാൻഡൽവുഡ് ട്രീ. അപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണ്? രാജ സാൻഡൽവുഡ് ട്രീ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടുന്ന് ഷവർ വരുന്നുണ്ട്, അല്ലേ, ചാറ്റൽ മഴ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോക്ക്ഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹിംസെൽഫ് ഇൻ ദ ഷവർ. എന്നിട്ട് എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദറിനെയും അവനെന്ത് ചെയ്തു? നന്നായിട്ട് നനച്ചു, അല്ലേ. അവർ രണ്ടുപേരും നന്നായിട്ട് നനഞ്ഞു. I liked the story as it portrays the love of grandparents towards grandchildren. ഇപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഗ്രാൻഡ് പാരൻസിന് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ, അതായത് പേരക്കുട്ടികളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് എനിക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടത്. ആൻഡ് ദ വേ എ ചൈൽഡ് എക്സ്പീരിയൻസസ് ദ ഗുഡ്നെസ് ഓഫ് നേച്ചർ. അതുപോലെ അവന് പ്രകൃതി നന്നായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാം, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലേ. അതും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കഥ ഇഷ്ടപ്പെടാനൊരു കാരണമായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആക്ടിവിറ്റി 1 നോക്കാം. ഗോ ത്രൂ ദ കോൺസെപ്റ്റ് മാപ്സ് ഓൺ രാജാസ് ഫാമിലി ആൻഡ് ഹീസ് ഹോം സ്റ്റേ. അതായത് ഫസ്റ്റിൽ ഇവിടെ കോൺസെപ്റ്റ് മാപ്പിൽ എന്ത് കാണാം? രാജയുടെ ഫാമിലി കാണാം. ഫസ്റ്റ് രാജയുണ്ട്. രാജയുടെ നേരെ താഴെ നിങ്ങൾക്ക് കാണാം അവൻ്റെ ക്യാരക്ടേഴ്സ്, അല്ലേ. അവനൊരു നോട്ടിയാണ്, അല്ലേ, ഒരു വികൃതി കുട്ടിയാണ്. ദെൻ ഗ്രാൻഡ് ഫാദർ, ടോൾ ആൻഡ് സ്ട്രോങ്, നല്ല ഹൈറ്റുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ആരാണ്? ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ലവിങ് ആൻഡ് കെയറിങ്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രൈബിങ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുക, അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം രാജാസ് ഹോം. അപ്പോൾ ഹോം സ്റ്റഡ്, രാജയുടെ വീടും പരിസരമൊക്കെയാണ് നമ്മളിനി നെക്സ്റ്റ് കോൺസെപ്റ്റ് മാപ്പിൽ ചെയ്യാൻ പോകുന്നത്. കോൺസെപ്റ്റ് മാപ്പ് എന്താണെന്ന് മനസ്സിലായോ? അതുപോലെ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഒരു സംഭവത്തെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുപാടുകൾ നമ്മൾ ചെയ്യാണ്. അപ്പോൾ രാജയുടെ ഫാമിലി നമ്മൾ ആദ്യം കോൺസെപ്റ്റ് മാപ്പിൽ ചെയ്തു. ഇനി രാജയുടെ ഹോമാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോമിൽ എന്തൊക്കെയുണ്ട്? മെനി ടാങ്ക്സ്, ഒരുപാട് ടാങ്കുകളുണ്ട്. ദെൻ ബേർഡ്സ്, ആനിമൽസ്, റെപ്റ്റൈൽസ്, അല്ലേ. ബേർഡ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, മൃഗങ്ങളുണ്ട്. പിന്നെന്താണ്? റെപ്റ്റൈൽസ്, ചെറിയ ചെറിയ അഴിഞ്ഞു പോകുന്ന ചെറിയ ജീവികളുണ്ട്. പിന്നെന്തുണ്ട്? കൗ ഷെഡ് ഉണ്ട്. ദെൻ ട്രീസ്, ഗാർഡൻ ഒക്കെ ഉണ്ട്, അല്ലേ. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? യു ഹാവ് ടു പ്രിപ്പയർ എ കോൺസെപ്റ്റ് മാപ്പ് അബൌട്ട് യുവർ ഓൺ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയുടെ കോൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു മോഡൽ കണ്ടു, അല്ലേ. പിന്നെ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൺസെപ്റ്റ് മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ മൈസെൽഫ്. എന്നെക്കുറിച്ച് എന്താണ്? നിങ്ങളെക്കുറിച്ച് എന്താണ്? ഒരു മോഡലാണ് കേട്ടോ. യു ഹാവ് ടു റൈറ്റ് യുവർ ഓൺ. സ്റ്റുഡിയസ്, ഞാൻ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ്, അല്ലേ. ദെൻ സ്റ്റുഡൻ്റ് ആണ്. ദെൻ വാട്ട് അബൌട്ട് യുവർ ഫാദർ? സ്ട്രിക്റ്റ് ആൻഡ് ലവിങ്. ഫാദർ നല്ല സ്ട്രിക്റ്റ് ആണ്, നല്ല സ്നേഹമുള്ള ആളാണ്. ദെൻ മദർ ലവിങ് ആൻഡ് കെയറിങ്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് 2 കോളംസിൽ എന്ത് കൊടുക്കാം? സിസ്റ്റർ, ബ്രദർ. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. ഒരു മോഡൽ മാത്രമാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് മാപ്പിൽ കാണാം മൈ ഹോം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? എന്താണ്? കോക്കനട്ട് ട്രീ. പിന്നെ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട്? മാംഗോ ട്രീ. നെക്സ്റ്റ് പെറ്റ് ഡോഗ്, പീജിയൺസ്. നിങ്ങൾക്ക് പെറ്റ് ആനിമൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്താണെന്ന് എഴുതുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വീട്ടിൽ വല്ല കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതുക. കൗ ഷെഡ് ഉണ്ടെങ്കിൽ അത് എഴുതാം. ഗാർഡൻ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, സോ അത്രമാത്രം പോരാ. ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് യൂസിങ് ദ ഹിൻസ് ഫ്രം ദ കോൺസെപ്റ്റ് മാപ്സ് യു ഹാവ് പ്രിപ്പയർഡ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. അപ്പം നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്ത കോൺസെപ്റ്റ് മാപ്പ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക?
ഫാമിലിയെക്കുറിച്ച്, നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ ആം റാണി. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ പേരെന്താണ്, റാണിയാണ്. നിങ്ങളുടെ പേര് മുഹമ്മദാണ്, നിങ്ങളുടെ പേര് ഫാത്തിമയാണെങ്കിൽ എന്ത് ചെയ്യുക, അതെഴുതാം. ഐ എം വെരി സ്റ്റുഡിയസ് ആണ്, നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്. മൈ ഫാദർ ഈസ് വെരി സ്ട്രിക്റ്റ്. എൻ്റെ അച്ഛൻ എന്താണ്, നല്ല സ്ട്രോങ് ആണ്, ആൾ സ്ട്രിക്റ്റ് ആണ്. മൈ മദർ ഈസ് എന്താണ്, ലവിങ്, കെയറിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എങ്ങനെയാണ് നിങ്ങളുടെ അമ്മ അതുപോലെ എഴുതാം. ഇൻ മൈ ഹോം ഐ ഹാവ് എ പെറ്റ് ഡോഗ് ആൻഡ് മെനി പീജിയൻസ്. എൻ്റെ വീട്ടിൽ എനിക്ക് എന്തുണ്ട്, ഒരു പെറ്റ് ഡോഗ് ഉണ്ട്. നിങ്ങൾ പെറ്റായിട്ട് ക്യാറ്റ് ആണെങ്കിൽ അത് എഴുതാം. ഓക്കെ, പിന്നെ എന്തുണ്ട്, മെനി പീജിയൻസ്, ഒരുപാട് പീജിയൻസും എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് അതൊക്കെ എഴുതാം.